യുവനടിയുടെ പരാതിയിൽ നടൻ സിദ്ദിഖിനെതിരെ കേസും എടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും പുതിയ അപ്ഡേഷനിൽ അതാണ് പറയാനുള്ളത്. ബലാത്സംഗത്തിനും ഭീഷണിപ്പെടുത്തിയതിനുമാണ് കേസ്. മ്യൂസിയം പോലീസ് കേസെടുത്തത്. അതോടൊപ്പം തന്നെ 2016 തലസ്ഥാനത്തെ ഹോട്ടലിൽ വെച്ച് പീഡിപ്പിച്ചു എന്നുള്ളൊരു പരാതിയാണ് ഇപ്പോൾ ഈ കേസിന് ആധാരം. എന്തായാലും ഈ കേസ് എടുക്കുമോ ഇല്ലയോ എന്നുള്ളൊരു സംശയമായിരുന്നു കഴിഞ്ഞ ദിവസം നിലനിന്നിരുന്നത്. പ്രജിത് മോഹനാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകാനായി നമ്മളോടൊപ്പം ചേരുന്നത്. പ്രജിത്, ഗുഡ് മോർണിംഗ്. എന്തായാലും ഈ വിവാദം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സിദ്ദിഖിനെതിരെ കേസും. വീണ, പ്രതിഭ, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് ഈ യുവനടി സിദ്ദീഖിനെതിരായ പരാതി DGPക്ക് മേൽമാർഗം നൽകുന്നത്. തുടർന്ന് പരാതി പ്രത്യേക അന്വേഷണ സംഘത്തിനും തുടർന്ന് മ്യൂസിയം പോലീസിനും കൈമാറുകയായിരുന്നു. മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ബലാത്സംഗത്തിനും ഭീഷണിപ്പെടുത്തുന്നതിനുമുള്ള വകുപ്പുകൾ ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്തു. എന്തായാലും ഇന്ന് ഈ കേസ് അന്വേഷണ സംഘത്തിന് വീണ്ടും കൈമാറും. അന്വേഷണ സംഘത്തിലെ വനിതാ ഉദ്യോഗസ്ഥയും തിരുവനന്തപുരം റേഞ്ച് DIGയുമായിട്ടുള്ള അജിത ബീഗം IPS ആയിരിക്കും ഈ കേസ് അന്വേഷിക്കുക. തുടർ നടപടികൾ എന്ന് പറയുന്നത് ഇരയുടെ മൊഴി രേഖപ്പെടുത്തുക, ഈ യുവനടിയുടെ മൊഴി രേഖപ്പെടുത്തുക, തുടർന്ന് ഈ മൊഴിയിൽ പറയുന്ന കാര്യങ്ങൾ അതിൻ്റെ വസ്തുതകൾ പരിശോധിക്കുക എന്നുള്ളതാണ്. ഈ ഏറ്റവും പ്രസക്തമായ കാര്യം, ഈ സിനിമാ രംഗത്തെ ലൈംഗിക അതിക്രമ കേസുകളിൽ രജിസ്റ്റർ ചെയ്യുന്ന രണ്ടാമത്തെ കേസാണിത് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം രഞ്ജിത്തിനെതിരെ കൊച്ചിയിൽ രജിസ്റ്റർ ചെയ്ത കേസാണ് ഈ സംഭവങ്ങളിൽ ആദ്യത്തെ കേസായി പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ കേസാണ് രജിസ്റ്റർ ചെയ്തത്. അതിനുശേഷം ഇപ്പോൾ സിദ്ദീഖിനെതിരായ കേസും വന്നിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ ഈ പരാതി നൽകുന്നത് എപ്പോഴായിരിക്കും എന്നടക്കമുള്ള കാര്യങ്ങളിൽ കുറച്ച് ഒരു ആശയക്കുഴപ്പമുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം തന്നെ പരാതി നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഏറെ വൈകുന്നേരത്തോടെയാണ് ഇത്തരം ഒരു പരാതി, അത് മെയിലിലാണ് നൽകുന്നത്. തുടർന്നാണ് അന്വേഷണ സംഘത്തിലേക്ക് ഈ പരാതി എത്തുന്നതും. ഈ മ്യൂസിയം പോലീസ് സ്റ്റേഷൻ പരിധിയുള്ള ഹോട്ടലിൽ വെച്ച് പീഡിപ്പിച്ചു എന്നുള്ള പരാതിയായതിനാൽ അത് മ്യൂസിയം സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായതും. എന്തായാലും തുടർ നടപടികൾ എന്ന് പറയുന്നത് ഈ പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തും. തുടർന്ന് കോടതിയിൽ ഒരു രഹസ്യമൊഴി രേഖപ്പെടുത്താനുള്ള സാധ്യതകളും നിലനിൽക്കുന്നുണ്ട്. ഇതിനുശേഷമായിരിക്കും ഈ സാഹചര്യ തെളിവുകൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പരിശോധിച്ച് നടപടികളുമായി മുന്നോട്ട് പോവുക. പ്രത്യേകിച്ച് ഈ അന്വേഷണത്തിന് വലിയ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചെങ്കിലും അതിൽ 4 വനിതാ ഉദ്യോഗസ്ഥരടക്കമുള്ളവരെ ഉൾപ്പെടുത്തി വലിയൊരു സംഘം രൂപീകരിച്ചു. പക്ഷേ പോലീസിന് മുന്നിൽ വലിയ വെല്ലുവിളികളുണ്ട്, പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ വലിയ വെല്ലുവിളികളുണ്ട്. കാരണം 2016 നടന്ന സംഭവങ്ങളാണ് ഈ പരാതിയിൽ പറയുന്നത്. അപ്പോൾ കാലപ്പഴക്കമുള്ള ഒരു ആരോപണമാണ്. അതിന് തെളിവുകൾ കണ്ടെത്തുക എന്നത് സ്വാഭാവികമായി തന്നെ പ്രയാസമേറിയതായിരിക്കും. 2016 സിദ്ദീഖിൻ്റെ ഒരു സിനിമയുടെ പ്രിവ്യൂവുമായി ബന്ധപ്പെട്ട തിരുവനന്തപുരം നിള തിയേറ്ററിൽ പ്രിവ്യൂ നടക്കുമ്പോഴാണ് സിദ്ദീഖുമായി കണ്ടുമുട്ടുന്നതും അതിനുശേഷം പിന്നീട് മ്യൂസിയം പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ഒരു ഹോട്ടലിൽ വെച്ച് പീഡിപ്പിച്ചു എന്നുള്ളതുമാണ് പരാതിയിൽ പറയുന്നത്. അപ്പോൾ ഈ സമയത്ത് സിദ്ദീഖ് തിരുവനന്തപുരത്തോട്ടായിരുന്നു. നമ്മൾ ഇന്നത്തെ ദിവസം പ്രതീക്ഷിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്